അപ്പോൾ ഹെറ്ററോഡോക്സ് ഇന്ത്യൻ ഫിലോസഫിയിലെ ചാർവാക സ്കൂളിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി ബുദ്ധിസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗൗതമ ബുദ്ധയാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ഏകദേശം 480 BC-ക്കാണ് ഗൗതമ ബുദ്ധ ജീവിച്ചിരുന്നത്. ഗൗതമ ബുദ്ധ ജനിച്ചപ്പോഴേ ഗൗതമ ബുദ്ധ അല്ലായിരുന്നു. ആ ഗൗതമ ബുദ്ധ ഏകദേശം ഇപ്പോഴത്തെ നേപ്പാളിൻ്റെ അടുത്തുള്ള ഒരു രാജകുടുംബത്തിലെ രാജാവിൻ്റെ മകനായി ജനിച്ചു വീണ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. സിദ്ധാർത്ഥൻ ജനിച്ചു വീണപ്പോൾ തന്നെ അവിടുത്തെ സന്യാസിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിദ്ധാർത്ഥൻ ഒന്നെങ്കിൽ ഒരു മഹാചക്രവർത്തിയാകും, എന്നാൽ സിദ്ധാർത്ഥൻ എന്ന് ഈ കൊട്ടാരം വിട്ട് പുറത്തു പോകുന്നു അന്ന് സിദ്ധാർത്ഥൻ ഒരു സന്യാസിയായി, അതായത് ഈ ലോകത്തിന് മുഴുവൻ നന്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്യാസിയായി മാറുമെന്ന് അന്നത്തെ തന്നെ രാജകൊട്ടാരത്തിലെ സന്യാസിമാർ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് പക്ഷേ നമ്മുടെ സിദ്ധാർത്ഥന് ഒരു രാജാവായി തന്നെ കാണണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ സിദ്ധാർത്ഥന് എല്ലാവിധ ലൗകിക സുഖങ്ങളും സിദ്ധാർത്ഥന് യാതൊരുവിധ ലോകസത്യങ്ങളായിട്ടുള്ള മരണങ്ങൾ, ദുഃഖം, പിന്നീട് ഈ അസുഖങ്ങൾ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അറിയിക്കാതെ ഗൗതമ ബുദ്ധനല്ല അന്ന് സിദ്ധാർത്ഥനെ യാതൊരുവിധ ലോക ദുഃഖങ്ങളും അറിയിക്കാതെയാണ് ബുദ്ധനെ, അതായത് നമ്മുടെ സിദ്ധാർത്ഥനെ വളർത്തിയത്. അതായത് എല്ലാ സുഖ സൗകര്യങ്ങളും നൽകി ഗുരുകുല വിദ്യാഭ്യാസത്തിന് വിടാതെ, അതായത് നമ്മുടെ കൊട്ടാരത്തിന് പുറത്തേക്ക് വിടാതെ ഗുരുവിനെ കൊട്ടാരത്തിന് അകത്തേക്ക് വരുത്തി പഠിപ്പിച്ച് സിദ്ധാർത്ഥനെ ഒരു 19-ാം വയസ്സിൽ തന്നെ നല്ലൊരു മനോഹരിയായ ഒരു വധുവിനെ കൊണ്ട്, യശോദയെ കൊണ്ട് കല്യാണവും കഴിപ്പിച്ച് യശോദയിൽ സിദ്ധാർത്ഥന് രാഹുൽ എന്ന് പറയുന്ന ഒരു മകനുമുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കെ രാജാവാകേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് സിദ്ധാർത്ഥന് ആ കൊട്ടാരത്തിൽ വരികയും ആ സമയത്ത് കൊട്ടാരത്തിനുള്ളിലെ മന്ത്രിസഭയിലുള്ള ഒരു വ്യക്തി പറയുകയുണ്ടായി, രാജ്യത്തെ ഒരുവിധ കാര്യങ്ങളും അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള ബേസിക് കാര്യം പോലും അറിയാത്ത സിദ്ധാർത്ഥനെ നമുക്ക് എങ്ങനെ ഒരു രാജാവായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഒരു ദിവസം സിദ്ധാർത്ഥൻ രാജ്യം മൊത്തം ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് സിദ്ധാർത്ഥൻ്റെ അടുത്തല്ല സിദ്ധാർത്ഥൻ്റെ രാജാവിൻ്റെ അടുത്ത് രാജകൊട്ടാരത്തിലെ കുറച്ച് ആൾക്കാർ പറയുകയും അങ്ങനെ സിദ്ധാർത്ഥനെ ഒരു ദിവസത്തേക്ക് പുറത്തേക്ക് വിടാമെന്ന് രാജാവ് സമ്മതിക്കുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥനെ ഒരു അനുയായികളുടെ ഒപ്പം സിദ്ധാർത്ഥനെ രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് വിടുകയാണ്. അന്നാണ് സിദ്ധാർത്ഥൻ ആദ്യമായി ആ രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ പുറത്തേക്ക് പോയപ്പോൾ ആദ്യം കുറച്ച് പാടങ്ങളും നല്ല മനോഹരമായുള്ള സ്ഥലങ്ങളും നഗരങ്ങളും ഗ്രാമങ്ങളും എല്ലാം കണ്ട സിദ്ധാർത്ഥൻ അങ്ങനെ പോയി ആദ്യമായി ഒരു വയസ്സനെ കാണുകയാണ്. അങ്ങനെ വയസ്സനെ കണ്ടപ്പോൾ സിദ്ധാർത്ഥൻ ആ തേരാളിയോട് ചോദിച്ചു, അതായത് എന്താണ് അദ്ദേഹത്തിന് പറ്റിയത്. സിദ്ധാർത്ഥൻ കാരണം അത്രയും നാളായി വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ പ്രായാധിക്യം കാരണം അസുഖം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. അങ്ങനെ 4 കാര്യങ്ങൾ സിദ്ധാർത്ഥൻ കാണുകയാണ്. ആദ്യം വയസ്സായ ഒരു വ്യക്തി, രണ്ടാമത് രോഗം ബാധിച്ച ഒരു വ്യക്തി, മൂന്നാമത് ഒരു ശവശരീരം. അങ്ങനെ ശവശരീരം ആദ്യമായി കാണുമ്പോൾ സിദ്ധാർത്ഥൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ ലോകത്ത് എന്തുമാത്രം ദുഃഖങ്ങളും എന്തുമാത്രം രോഗങ്ങളും മരണം എന്നൊരു അൾട്ടിമേറ്റ് റിയാലിറ്റി, അതായത് മരണം എന്നത് ഒരു മഹത്തായ ലോക സത്യമാണെന്ന് സിദ്ധാർത്ഥൻ അന്ന് മനസ്സിലാക്കുന്നു. നാലാമത്തെ കാഴ്ചയായിരുന്നു സിദ്ധാർത്ഥൻ എന്നാൽ ഏറെ അത്ഭുതപ്പെടുത്തിയത്. നാലാമതായി കണ്ടത് ഒരു സന്യാസിയാണ്. ഇത്രയധികം ലോകത്ത് ദുഃഖങ്ങളും മരണം എന്നുള്ള ഒരു എല്ലാ സത്യം ഉണ്ടായിട്ടും ആ സന്യാസിയുടെ മുഖത്ത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധന് കാണാൻ പറ്റിയത് സന്തോഷം മാത്രമാണ്. അന്ന് സന്യാസിയെ അടുത്ത് അന്ന് ഗൗതമ ബുദ്ധനല്ല സിദ്ധാർത്ഥൻ ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് താങ്കൾ ഇങ്ങനെ ഇരിക്കുന്നത്? കാരണം ആ പുള്ളി മെഡിറ്റേഷനിൽ ഇരിക്കുകയാണ്. അപ്പം സന്യാസി എടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, ബുദ്ധൻ ചോദിക്കുകയാണ്, താങ്കൾ ഇങ്ങനെ എല്ലാ സുഖങ്ങൾക്കും ത്യജിച്ചുകൊണ്ട് ഇരിക്കുകയാണല്ലോ, അപ്പം താങ്കൾക്ക് ഇങ്ങനെ അതിലൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ദുഃഖങ്ങളില്ലേ എന്ന് ചോദിക്കുക. അപ്പം പുള്ളി, അതായത് നമ്മുടെ ആ സന്യാസി പറയുന്നുണ്ട്, എല്ലാ ദുഃഖത്തിനും കാരണം ആഗ്രഹങ്ങളാണെന്ന്. ഡിസൈഴ്സ് ആർ ദ, അതായത് ഡിസയർ എന്ന് പറയുന്ന കാരണമാണ് നമുക്ക് ദുഃഖം വരുന്നത്. അപ്പോൾ അത് സിദ്ധാർത്ഥൻ അന്ന് ഉൾക്കൊള്ളുകയും ഈ ലോക സത്യങ്ങളും ഈ ലോക ദുഃഖങ്ങളും എല്ലാം ഉൾക്കൊണ്ട് തൻ്റെ ആ ലൗകിക സുഖപരമായിട്ടുള്ള ജീവിതം വെടിഞ്ഞ് താൻ കൊട്ടാരം വിടുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ കൊട്ടാരം വിട്ട് പിന്നീട് 6 വർഷത്തോളം വളരെയധികം താഴെ വീഴുന്ന ഇലയും ഫലങ്ങളും മാത്രം ഭക്ഷിച്ച് ഒരു 6 സന്യാസിമാരുടെ കൂടെ ധ്യാനത്തിലിരിക്കുകയാണ്. കടുത്ത യോഗ ആസനങ്ങളിലൂടെ അയാൾ പോവുകയും മെഡിറ്റേഷനിലൂടെയും യോഗയിലൂടെയും അഭ്യസിച്ച് താഴെ വീഴുന്ന ഫലങ്ങളും ഇലകളും മാത്രം കഴിച്ച് ഒരു 6 സന്യാസിമാരുടെ കൂടെ ഒരു 6 വർഷത്തോളം സിദ്ധാർത്ഥൻ
തപസ്സിരിക്കുകയാണ്. എന്നിട്ടും സിദ്ധാർത്ഥന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എന്താണ് ഈ ലോക സത്യം, അതായത് ബോധോദയം എന്ന് പറയുന്നൊരു സംഭവം കിട്ടുന്നില്ല. അന്ന് സിദ്ധാർത്ഥന് മനസ്സിലായി തൻ്റെ ഈ മൈൻഡിൻ്റെ, അൺസ്റ്റേബിൾ മൈൻഡിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ശരിക്കും അന്ന് പട്ടിണി കിടക്കുന്ന, അതായത് പട്ടിണി, ഒന്നും ഭക്ഷിക്കാതെ ജീവിച്ചു പോകാൻ വേണ്ടിയുള്ള മാത്രമുള്ള ഭക്ഷണവും വെള്ളവും മാത്രം കുടിച്ച് ജീവിച്ചത് കൊണ്ടാണ് സിദ്ധാർത്ഥന് അന്ന് തൻ്റെ മൈൻഡിനെ സ്റ്റേബിളാക്കി വയ്ക്കാൻ കഴിയാത്തത് എന്ന് സിദ്ധാർത്ഥൻ മനസ്സിലാക്കിയിട്ട് സിദ്ധാർത്ഥൻ അവരുടെ നിന്ന് മാറി അത്യാവശ്യം കുറച്ചും കൂടെ കഴിക്കാനുള്ള, കുറച്ചും കൂടെ മൈൻഡിനെ, ബോഡിയെയും ശക്തി, അതായത് വെറും എല്ലും തോലുമായി ഒരു നടക്കുന്ന അസ്ഥികൂടമായി മാത്രം ജീവിച്ചിരുന്ന സിദ്ധാർത്ഥൻ അന്ന് കുറച്ചും കൂടെ ജീവിക്കാൻ വേണ്ടി കഴിക്കുകയും കുറച്ചും കൂടെയൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുകയും മനസ്സിനെ കുറച്ചും കൂടെ ഏകാഗ്രമാക്കുകയും അങ്ങനെ വെറും 49 ദിവസം കൊണ്ട് ഒരു നദിക്കരയിലുള്ള ബോധി വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സിദ്ധാർത്ഥന് ബോധോദയം ഉണ്ടാവുകയാണ്. അങ്ങനെ ഗൗതമ ബുദ്ധനാവുകയാണ്. അന്ന് അയാൾ റിയലൈസ് ചെയ്തത് ഈ ലോകത്തുള്ള എല്ലാ ദുഃഖത്തിൻ്റെയും ഈ ലോകത്ത് 4 നോബിൾ ട്രൂത്ത് ഉണ്ട്. അന്ന് ബോധോദയം വന്നപ്പോൾ ഗൗതമ ബുദ്ധന് ഉണ്ടായ കാര്യങ്ങളാണ്. അതായത് നോബിൾ ട്രൂത്ത്, ഈ ലോകത്ത് എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം സഫറിങ് ആണ്. സഫറിങ് എന്നുകൊണ്ട് ദുഃഖ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിറ്ററൽ ഇംഗ്ലീഷ് ആയിട്ടുള്ള മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫറിങ് എന്നാണെങ്കിലും നമ്മൾ അതിനെ കൂടുതൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ദുഃഖ സമുദയ, ദുഃഖ നിരോധ മാർഗ, അതായത് ദുഃഖം, എല്ലാ വിഷമങ്ങളുടെയും ഈ ലോകത്തുള്ള അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് അതായത് സഫറിങ് എന്ന് പറയുന്നതാണ് റിയാലിറ്റി. അടുത്തതായി ദുഃഖ സമുദയ, അതായത് ദുഃഖം, എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖം വരുന്നത്? ഡിസൈഡ്സ്, ആഗ്രഹങ്ങളാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. ദുഃഖ നിരോധ, ആ ദുഃഖം നിരോധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, അതിനെ നമ്മൾ ദുഃഖം മാറ്റണം. ദുഃഖ നിരോധ മാർഗ, അതായത് ഈ ദുഃഖം വരുന്ന, അതായത് ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിനെ എങ്ങനെയൊക്കെ നമുക്ക് മറികടക്കാം എന്നുള്ളതിനെ പറയുന്നതാണ് അടുത്ത ദുഃഖ നിരോധ മാർഗ. ദുഃഖ നിരോധ മാർഗയായി ബുദ്ധൻ മുന്നോട്ട് വയ്ക്കുന്നത് അഷ്ടാംഗ മാർഗയാണ്. ദുഃഖ നിരോധ മാർഗ, അതിനുള്ള വഴികളാണ് നമ്മുടെ ബുദ്ധൻ അഷ്ടാംഗ മാർഗത്തിലൂടെ പറയുന്നത്. 8 മാർഗങ്ങളാണ് അഷ്ടാംഗ മാർഗയിൽ ഉൾപ്പെടുന്നത്. ബുദ്ധിസത്തിൻ്റെ അകത്ത് 8 മാർഗങ്ങളാണ് നമ്മുടെ ബുദ്ധൻ ദുഃഖം നമ്മുടെ ലൈഫിൽ നിന്ന് മാറാൻ, അതായത് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളൊരു ലെവലിലേക്ക്, ബ്ലിസ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഹാപ്പിനെസ്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലൈഫിൻ്റെ ഒരു എൻഡ്, അത് കിട്ടാൻ വേണ്ടിയുള്ള 8 വഴികൾ, അഷ്ടാംഗ മാർഗയാണ് ബുദ്ധിസത്തിലൂടെ ബുദ്ധൻ പറയുന്നത്. അതായത് റൈറ്റ് ടു ഫേസ്, ശരിയായ വിശ്വാസം, റൈറ്റ് ടു റിസോൾവ്, റൈറ്റ് ടു സ്പീച്ച്, റൈറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നിഷ്കാമ കർമ്മ, അങ്ങനെ ഫ്രൂട്ട്ലെസ് ആക്ഷൻ, നമ്മൾ എന്തും അങ്ങോട്ട് നമ്മുടെ കറക്റ്റായിട്ടുള്ള, അതായത് ആരെയും വേദനിപ്പിക്കാതെ മറ്റൊരാൾക്കും ഹാനികരമല്ലാത്ത വാക്കുകൾ, പ്രവൃത്തികൾ, അതൊക്കെയാണ് റൈറ്റ് ആക്ഷൻ, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ലീവിങ്, ശരിയായിട്ടുള്ള ജീവിതം, റൈറ്റ് തോട്ട്. ഇതെല്ലാം പറയുന്നത് മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത നമ്മൾ ചെയ്യുന്ന റൈറ്റ് ആയിട്ടുള്ള എഫേർട്ട്, റൈറ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ, റൈറ്റ് ആയിട്ടുള്ള തോട്ട്, ലീവിങ്, ആക്ഷൻ, അങ്ങനെ ഈ 8 പോയിന്റുകളാണ് അഷ്ടാംഗ മാർഗ എന്ന് പറയുന്നതിലൂടെ ബുദ്ധിസത്തിലൂടെ ബുദ്ധൻ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കേട്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർവാക സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫിയും ബുദ്ധിസവും. അടുത്തതായി ജൈനിസത്തിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് നമ്മൾ കണക്കാക്കുന്നത് ഋഷഭദേവയാണ്. ജൈനിസത്തിലെ തീർത്ഥങ്കരന്മാർ എന്നാണ് ഇവരെല്ലാം പറയുന്നത്. ആകെ മൊത്തം 24 തീർത്ഥങ്കരന്മാരുണ്ട്. ആദ്യത്തെ തീർത്ഥങ്കരനാണ് ഋഷഭദേവ. 24ാമത്തെ, അതായത് അവസാനത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീര BCE 540 മുതൽ 468 BCE 540 മുതൽ BCE 468 വരെയാണ് ജീവിച്ചിരുന്നത്. ഇപ്പോഴത്തെ ബീഹാറിൻ്റെ അടുത്താണ്. ജൈനിലെ എഴുത്തുകളെ അഗമാസ് എന്നാണ് പറയുന്നത്. ജൈനമതത്തിലെ ആൾക്കാരെ, അതായത് ജൈനമതത്തിലെ സന്യാസിമാരെ രണ്ടായിട്ട് നമുക്ക് കണക്കാക്കാം, ദിഗംബരരും ശ്വേതാംബരും. അതായത് ഈ ദിഗംബര എന്ന് പറയുന്ന ഒരു വിഭാഗം, അതൊരു ഈ ജൈനമതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹിംസ, അതായത് നോൺ വയലൻസ് ആണ്. അതായത് ജൈനിസത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അന്നത്തെ പൗരോഹിത്യത്തിൽ മൃഗബലി, നരബലി എന്നുള്ള കാര്യങ്ങളെല്ലാം നിശേഷം അവർ അവഗണിച്ചിരുന്നു, അതിനെതിരായിരുന്നു. നോൺ വയലൻസ് എന്ന് പറയുന്നതാണ് ജൈനിസത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്. അതുപോലെ തന്നെ ഈ ദിഗംബരരും ശ്വേതാംബരരും, ഇതിൽ ദിഗംബര അവർ
നമുക്ക് ദിഗംബരരെ ശ്വേതാംബരെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും രണ്ട് ജാതിയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ജൈനിസത്തിൽ കണക്കാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജൈനിസം ജാതി എന്നുള്ള ഒരു കോൺസെപ്റ്റിന് എതിരാണെങ്കിലും ഇവിടെ രണ്ട് ജാതി നമുക്ക് കാണാൻ പറ്റും. അത് ജൈന മതത്തിനുള്ളിലുള്ളവരെ രണ്ടായി നമുക്ക് തിരിക്കാം, ദിഗംബരരും ശ്വേതാംബരരും. പക്ഷേ ഇതിലെ വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി ഇന്നിക്വാളിറ്റി, അതായത് ഇതിൽ ദിഗംബരർ കൂടിയവരാണെന്നോ അല്ലെങ്കിൽ ശ്വേതാംബരർ കൂടിയവരാണെന്നോ എന്നുള്ളൊരു വ്യത്യാസം ഇവിടെ വരുന്നില്ല. ദിഗംബരർ എന്ന് പറയുന്നത് അവരെ ന്യൂഡിസ്റ്റുകൾ പോലെയാണ്. അതായത് അവരെ ആകാശമാണ് അവർ വസ്ത്രമായി സ്വീകരിച്ചിരിക്കുന്നത്. അവർക്ക് വസ്ത്രം ധരിക്കുന്നതിനോട് പ്രത്യേകിച്ച് താല്പര്യമില്ലാത്തതല്ല, അവരുടെ ജീവിതശൈലി അങ്ങനെയാണ്. അതുപോലെ തന്നെ ശ്വേതാംബരർ എന്ന് പറയുന്നത് വെള്ള വസ്ത്രം മാത്രം ധരിച്ച് വായ് മൂടിക്കെട്ടുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാണി പോലും വായ്ക്കുള്ളിലേക്ക് അറിയാതെ കയറി മരിക്കരുത്. അങ്ങനെ ഒരു പ്രാണിയെയും ഈ ലോകത്തെ ഒരു ജീവിയെയും മനഃപൂർവ്വം വേദനിപ്പിക്കരുത് എന്നുള്ള ഒരു മോട്ടീവ് കൊണ്ട് നടക്കുന്ന ജൈനമത വിശ്വാസത്തിലെ ആൾക്കാരാണ് ശ്വേതാംബരരും ദിഗംബരരും.